ഇന്ന് വീടിനോട് ചേർന്ന് വീടിൻ്റെ മുറ്റത്തിനോട് ചേർന്നിട്ട് ഞാൻ 3 മരങ്ങൾ നട്ടു. മരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രൂട്ട് ട്രീസാണ്. ഈ കാണുന്നതാണ് ലിപ്പോട്ട്. ലിപ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ ബെറി എന്നാണ് അറിയപ്പെടുന്നത്. ഫിലിപ്പീൻ ബെറി എന്നൊക്കെ അറിയപ്പെടും. ഇത് വളരെ റെയറായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് കേൾക്കുന്നതും ഇതിൻ്റെ ഈ തൈ ലഭിക്കുന്നതും. അപ്പോൾ ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് കരുതി ഇത് ഞാൻ മേടിച്ച് നട്ടിട്ടുണ്ട്. അല്പം വലുതാണ്. ഒരു 4 അടി പൊക്കമോ, 4 അടിയില്ല 3 അടി പൊക്കമോളം ഉണ്ട്. ഞാൻ 2 അടി കുഴി കുഴിച്ചിട്ട് നന്നായിട്ട് അതിനകത്ത് ലൂസ് മണ്ണൊക്കെ ഇട്ടിട്ട് വേറെ വളമൊന്നും ചേർത്തില്ല. ഇച്ചിരി ഉണങ്ങിയ കരിയിലയും അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നട്ടിരിക്കുന്നത്. അപ്പോൾ ലിപ്പോട്ട് ഞാൻ നട്ടു. പിന്നെ അതുകൂടാതെ നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാവ് തൈ ഉണ്ടല്ലോ, അതെനിക്ക് ഈ ചക്ക എപ്പോഴും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വിയറ്റ്നാം സൂപ്പറിൻ്റെ ഒരു പ്ലാവ് തൈ നട്ടിട്ടുണ്ട്. അത് ചെറുതാണ്. ഇതിന് 350 രൂപയാണ് ആയത്. ലിപ്പോട്ടിന് 350 രൂപ തന്നെയാണ് അവർ വാങ്ങിയത്. വിയറ്റ്നാം സൂപ്പർ എനിക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് ഞാനൊരെണ്ണം നട്ടിട്ടുണ്ട്. നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം വിയറ്റ്നാം സൂപ്പർ നടാനായിട്ട്. അത്യാവശ്യം നനച്ചും കൊടുക്കണം, എങ്കിൽ മാത്രമേ വിയറ്റ്നാം സൂപ്പർ നന്നായിട്ട് കിളിക്കുകയുള്ളൂ. അപ്പോൾ ലിപ്പോട്ടായി, വിയറ്റ്നാം സൂപ്പറായി. പിന്നെ ഞാനൊരു ചന്ദ്രക്കാരൻ മാവാണ് നട്ടേക്കുന്നത്. ഈ ചന്ദ്രക്കാരൻ മാവ് ഞാൻ നേരത്തെ ഒരു നട്ടിരുന്നു, പക്ഷേ അതിനകത്ത് ഇതുവരെ കായ്ച്ചില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ നട്ടിരുന്ന എൻ്റെ മൂവാണ്ടമാവ് 2 വർഷമായപ്പോഴേക്കും കായ്ച്ചു. അവൾ എനിക്ക് നന്നായിട്ട് ഫലവും തരുന്നുണ്ട്. അപ്പോൾ ചന്ദ്രക്കാരൻ കുഴപ്പമില്ലാത്തതാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നോക്കട്ടെ എങ്ങനെയുണ്ടെന്നറിയില്ല. ഇത് അല്പം പൊക്കമുണ്ട്. ഇതിനും ഒരു 3 അടിയോളം പൊക്കമുണ്ട് ഇതിന്. ഇത് നന്നായിട്ട് ഞാൻ കുഴി എടുത്തിട്ട് നന്നായിട്ടൊക്കെയാണ് നട്ടിരിക്കുന്നത്. നല്ല വെയിലായതുകൊണ്ട് ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നതാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ചിലപ്പോൾ ഈ വെയിൽ താങ്ങാനുള്ള ശക്തി ഉണ്ടോയെന്ന് അറിയത്തില്ല. എൻ്റെ ഈ 3 മരങ്ങളിൽ കൂടെ കൂടിയിട്ട് ഇതോട് കൂടിയപ്പോഴേക്കും എൻ്റെ വീട്ടുമുറ്റത്ത് ഇപ്പോൾ 45 ഫലവൃക്ഷങ്ങളായി. നേരത്തെ 40 പിന്നെ 2 എണ്ണം നട്ടു 42 ആക്കിയായിരുന്നു. ഇപ്പോൾ 45 എണ്ണമായി. അപ്പം 45 ഫലവൃക്ഷങ്ങൾ എൻ്റെ വീട്ടുമുറ്റത്ത് ഇപ്പോഴുണ്ട്. അതിൽ കായ്ക്കുന്നതുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു. നിങ്ങളും ഇതുപോലെയൊക്കെ സമയം കിട്ടുമ്പോൾ ചെയ്ത് നമ്മുടെ വീട്ടിൽ ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കണം കേട്ടോ. ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിട്ടത്. ഇതുണ്ടോ എൻ്റെ ചന്ദ്രക്കാരൻ മാവ്. ഓക്കെ, താങ്ക് യു.